ഹലോ, നമ്മളെ പൂവിളി ഫ്ലവർ ഷോ കാണാനായിട്ട് മലമ്പുഴയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിത് 2 ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വട്ടം വന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കോംബോ പാക്ക് എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറിയത് കേട്ടോ. നമ്മൾ ആദ്യം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ഒരു കുതിരയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല വലിയ നല്ല ഭംഗിയുള്ളൊരു കുതിരയായിരുന്നു. അങ്ങനെ നമുക്ക് ഐശ്വര്യമായിട്ട് കുതിരപ്പുറത്തുനിന്ന് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ കുതിരപ്പുറത്ത് കയറിയത് അച്ചു ആയിരുന്നു. അച്ചു കയറിയ ഒരു ധൈര്യത്തിൽ സോനു കുതിരപ്പുറത്ത് കയറി. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും കയറില്ലായിരുന്നു കേട്ടോ. കുതിരപ്പുറത്ത് കയറിയപ്പോൾ വീഴുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അവൻ ഇങ്ങനെ ചിരിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ, മുന്നിലേക്ക് ഇങ്ങനെ ആഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ കുതിരപ്പുറത്ത് കയറിയ കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുതിരയുടെ മുമ്പിൽ നിന്നിട്ടൊരു സെൽഫി എടുക്കാൻ നിന്നായിരുന്നു കേട്ടോ ഞാൻ. കുതിര ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയിട്ടോ. കുട്ടികളടുത്ത് ക്വാഡ് ബൈക്കിലാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് അച്ച് കയറിയപ്പോൾ സോനന് പിന്നെയും ഒരു ധൈര്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് കയറാൻ നോക്കുന്നത്. ക്വാഡ് ബൈക്ക് ഓടിക്കണമെങ്കിൽ അത്യാവശ്യം കൺട്രോൾ വേണമെന്നുള്ളത് മനസ്സിലായി. നമ്മുടെ ഹെൽപ്പറായിട്ടുണ്ടായിട്ടുള്ള ഈ പയ്യനുണ്ടല്ലോ, നേപ്പാളിയാണ് കേട്ടോ. 7ാം ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നത്. ആള് മിടുക്കനാണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഇതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ കുട്ടി ശരിക്കും ഇത് ഓടിക്കുന്നത് കണ്ടോ, ഒരു സൈഡിൽ ഇരുന്നിട്ടാണ് ഇത് ബാക്ക് റിവേഴ്സ് എടുത്ത് ഇങ്ങനെ ഓടിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഈ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത് ബങ്കി ട്രംപോളിനായിരുന്നു. ഇതും നല്ല രസമായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇതിൽ വെറുതെ നിന്നിട്ട് ഇങ്ങനെ ചാടുന്നതായിരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിൽ വേറെ എന്തൊക്കെയോ കലാപരിപാടികളുണ്ടെന്നുള്ളത് ഇത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ബെൽറ്റൊക്കെ കെട്ടി കൊടുത്ത് ഒരു പ്രത്യേക രീതിയിൽ സ്പൈഡർമാൻ ബെൽറ്റൊക്കെ കെട്ടി കൊടുത്തിട്ടാണ് ഈ കലാരൂപത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. സോനു ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ചിരി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിങ്ങനെ പൊക്കുന്നത് കണ്ടപ്പോഴും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പൊക്കുന്നത് ഇങ്ങനെ ഉയരം കൂടുന്തോറും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ സോനു കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്പോൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നിർത്താൻ പറഞ്ഞില്ല എന്ന് മാത്രം. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴാണ് അവന് കുറച്ചുകൂടി ഒരു എൻജോയ്മെൻ്റ് ആയത്. എന്താ തോന്നിയത് പറ. ഹെലികോപ്റ്റർ ഇല്ലാതെ തന്നെ ഹെലികോപ്റ്ററിൽ കയറി ഫീൽ ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ വരുമ്പോൾ 2 വെള്ള മുയലിട്ട നല്ല തൂവെള്ള കളറ് അങ്ങനെ ഒരു മഞ്ഞ കൂട്ടിലൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അടുത്തത് ഈ ഒരു കലാരൂപമാണ്. അവന് പേടിയില്ലതിൽ അവർ 2ാമതാണ് കേട്ടോ കയറുന്നത്. പക്ഷേ ഇതിലൊക്കെ കുട്ടികളെ കുറച്ച് നേരം കയറുന്നുണ്ടായിരുന്നത്. നമുക്ക് ഇവരിങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നും. അവർ കളിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. പിടിച്ചിരുന്നോട്ടാ, എങ്ങനെ പിടിക്കണേ? അതിൽ പിടിച്ച പിടിച്ച് നല്ല പിടിക്കേ. അങ്ങനെ വീഴ്ത്തണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേനും അവൻ മതി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അങ്ങനെ മൊയിലിനൊക്കെ കണ്ട് അടുത്ത് നമ്മൾ ട്രെയിനിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഈ അമ്പെയ്ത്ത് പരിപാടിയാണ് കേട്ടോ. നമ്മൾ അന്ന് വന്ന സമയത്ത് ഇതൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് അതിനുള്ളൊരു സമയം കൊടുത്തിരിക്കുകയാണ് കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവർ കളിക്കുന്നത് നോക്കി നമ്മളൊക്കെ പോസ്റ്റ് ആവുക എന്നുള്ളതാണ്. എന്നാലും നമുക്കിതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും കേട്ടോ. ആദ്യം സോനുവിന് ഇതിന്റെ ഒരു ടെക്നിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ അവൻ സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ചു ഓൾറെഡി ഇതൊക്കെ സ്കൂളിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവൾക്കത് ഓക്കെ ആയിരുന്നു. ഈ ഒരു സമയത്ത് വന്ന് തന്നെ നല്ല കാറ്റുണ്ട്, നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ. നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തണുത്ത കാറ്റൊക്കെ ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വൈകുന്നേരത്താണ് ഇവിടെ കൂടുതലും കളറായിട്ടുള്ളത്, കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഇനി നമുക്ക് വെക്കേഷനൊക്കെ ആണല്ലോ. അപ്പം കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ ഇതുപോലെ ഇരുട്ടാവുന്നതിന് മുന്നേ ഒക്കെ നമുക്ക് ഇതിലെല്ലാം കയറി ഒരുപാട് നേരം എൻജോയ് ചെയ്യാവുന്നതാണ്. ഇവിടെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത് എന്താണെന്നറിയോ, കൊന്നമരം നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. വിഷുവൊക്കെ ആവാനായില്ലേ, ഏപ്രിൽ മാസം പോലും ആയിട്ടില്ല. പക്ഷെ മാർച്ച് പകുതിയൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ കണിക്കൊന്ന ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. അത് ഈ ബോട്ടിങ്ങിന്റെ വാട്ടർ ലെവലിൽ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നമുക്ക് മനസ്സിൽ നല്ല സന്തോഷം തോന്നും. പിന്നെ നമ്മുടെ ഹെൽപ്പറായിട്ടുള്ള നേപ്പാളി പയ്യന്റെ വക പ്രത്യേക പെർഫോമൻസും ഇവിടെ ഉണ്ടായിരുന്നു.
എന്തായാലും ആ നേപ്പാളി പയ്യനായിട്ട് ഞങ്ങൾ നല്ല കമ്പനി ആയിട്ടോ. അപ്പോൾ അവനൊരു സൈക്കിൾ ഉണ്ട്. അവൻ കുറേ നേരം ഞങ്ങളുടെ മുന്നിൽ കൂടെ ഇങ്ങനെ സ്പീഡിൽ സൈക്കിളൊക്കെ ചവിട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം, സൈക്കിൾ ഒന്ന് ചവിട്ടി നോക്കിയാലോ എന്നുള്ളത്. ഒരുപാട് കാലം മുന്നെയാണ് കേട്ടോ ഞാൻ ഈ സൈക്കിളൊക്കെ തൊട്ടിട്ടുള്ളത്. അടുത്ത കാലത്തൊന്നും സൈക്കിൾ കയറിയിട്ടില്ല. കണ്ടപ്പോൾ വെറുതെ ഒരു ആഗ്രഹം, നമ്മൾ എന്തായാലും ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലോ. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് രജനി ചേച്ചിയും ഞങ്ങളിങ്ങനെ ഓരോ അറ്റംപ്റ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ സെറ്റായില്ല, നന്നായിട്ട് ചവിട്ടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സമയം എടുത്താൽ ചിലപ്പോൾ ശരിയാക്കാൻ പറ്റുന്നൊരു ഊഞ്ഞാലാടാനാണ്. കുട്ടികളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അമ്മമാർ ഇവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ഊഞ്ഞാലാടി കളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാലാടുന്ന കണ്ടപ്പോൾ മക്കളും കൂടെ കൂടി അങ്ങനെ അവർ ഞങ്ങളുടെ കൂടെ ഊഞ്ഞാലൊക്കെ ആടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് കലാപരിപാടി ഇതുപോലത്തെ ഒരു ഉന്തുവണ്ടി ഉണ്ടായിരുന്നല്ലോ. നമ്മൾ കഴിഞ്ഞ വട്ടമൊക്കെ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാനിങ്ങനെ ഒരു ആക്ഷൻ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഈ ഉന്തുവണ്ടി തള്ളിക്കൊണ്ട് പോകുന്ന ഒരു സീന് ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചില ഫോട്ടോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പിക്ക് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. എൻ്റെ കഴിഞ്ഞപ്പോൾ സോനുമായി അടുത്ത ആക്ഷൻ ഹീറോ. ഞങ്ങളിങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ സോനു അവരെ പേടിപ്പിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. ഫസ്റ്റ് ഒരു ട്രയൽ കഴിഞ്ഞിട്ട് പിന്നെ അവർ പുറകിൽ പോയിട്ട് ഒന്നുകൂടി ഒന്ന് വന്നതാണ്. അപ്പോൾ വെക്കേഷനൊക്കെ വരികയാണ്. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ടാവും എന്നറിയാം. പക്ഷേ ഇത്രയും ഈവനിങ് വൈബിൾ വേറെ പാർക്കണമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.